യെദ്യൂരപ്പ യാത്രയിൽ KC വേണുഗോപാൽ സംസാരിക്കുന്നതിനിടെ സുധാകരൻ ഇറങ്ങിപ്പോയിരുന്നു. എന്താ കാര്യം ചോദിച്ച് പറയാതെ അവർ ഇറങ്ങിപ്പോയത്. തുടക്കത്തിൽ കോൺഗ്രസിൽ കല്ലുകടി തുടങ്ങി നൽകിയിട്ട് മനസ്സിലാക്കി. അത് കടിച്ചുകൊണ്ടേയിരിക്കും. ഇനി അതിനെപ്പറ്റി ഓരോന്നിനും കല്ലുകടിനെ പറ്റിയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആഭ്യന്തര സംഘർഷം കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു പാർട്ടിയും പ്രസ്ഥാനമല്ലേ ഈ UDF എന്ന് പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ. അതായത് സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുമെന്നത് പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി ആവണമെന്നുണ്ട്. ആക്കൂല എന്ന് പറഞ്ഞവരുണ്ട്, ആക്കൂന്ന് പറഞ്ഞവരുമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതല്ലേ കോൺഗ്രസ്. ഞങ്ങൾക്ക് ജനാധിപത്യ അവകാശം ഉണ്ടെന്നാണ് ആരും. ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾക്ക് അതിൽ കുഴപ്പമില്ല. അത് നിങ്ങൾ കല്ല് കടിയാന്ന് പറഞ്ഞിരുന്നു. കല്ലല്ലോ, ഇനി വേറെ എന്തെങ്കിലും ആണോ, എന്ത് കടിയാലും കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം ടേമിലേക്കുള്ള യാത്രയിലെ കുതിപ്പാണ്. പിന്നെ എല്ലാം തിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. തിരുത്തേണ്ടത് മുഴുവൻ തിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഒന്നും നിങ്ങളോട് പറയേണ്ടിയില്ല. തിരുത്തേണ്ടതല്ല, നിങ്ങളോട് പറയേണ്ട പല കാര്യമുണ്ട്. ഞങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതെ 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 അത് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ഈ മതരാഷ്ട്രവാദികളുമായിട്ട് ചേർന്ന കോൺഗ്രസിൻ്റെ UDFൻ്റെ അവരുടെ രാഷ്ട്രീയ നിലപാട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും കുഴപ്പവും അവരിലുണ്ടാക്കും. ഒരു സംശയവും എനിക്കില്ല. ഞാനത് ആദ്യം പറഞ്ഞത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ആ പ്രത്യാഘാതത്തിൻ്റെ ഏറ്റവും വലിയ ആഴം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ആരെയും കൂട്ടാ അതേ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് കോലീബി സഖ്യമാണ് മുമ്പുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അതിനെ വേറൊരു രീതിയിലാണ് പറഞ്ഞത്. കോലീബി സഖ്യത്തിൻ്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമി കൂടി ചേർത്ത് സഖ്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് VD സതീശൻ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അത് മതരാഷ്ട്രവാദമാണ് അവർ ഉന്നയിക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരക്കുന്നും. എന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളല്ലേ, മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ലേ. അവർ ആ കഴിവ് ഉപയോഗിച്ച് അവർ കാണും, മനസ്സിലാക്കും. ആയിരിക്കെ CPM ഒരു ഞാനത് പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് കളവും പറയാൻ യാതൊരു മടിയും ഉളുപ്പുമില്ലാത്ത സൈസുകളോട് എന്ത് പറയാനാ. ഞങ്ങൾ ഇന്നേ വരെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു ഐക്യവും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി കുറേ കാലമെടുത്തൊരു നിലപാട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് പിന്തുണ പ്രഖ്യാപിക്കുക എന്നാണ്. അങ്ങനെ UDFൻ്റെയും ലീഗിൻ്റെയും CPMൻ്റെയും ഒക്കെ ആളുകൾ ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ട് ഏകപക്ഷീയമായ നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് അല്ലെങ്കിൽ CPMുമായിട്ട് ബന്ധപ്പെട്ട ഐക്യപ്പെട്ട ഒരു സംഭവവും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കേരളത്തിലില്ല. അല്ല, ഞങ്ങൾക്ക് വ്യാജപ്രകടനമാണ്. നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളൂ അതിന് രേഖ. ലൈഫ് പദ്ധതി ഉൾപ്പെടെ മുഴുവനാണ് ഞങ്ങൾ അവസാനം MMOസിന് ഉൾപ്പെടെ പറഞ്ഞതല്ലേ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ കിഫ്ബി വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കിഫ്ബി മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ പറയോ തുരങ്കപ്പാത എൻ്റെ ശവത്തിലൂടെ മാത്രമേ കടത്തി മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞവരല്ലേ കോൺഗ്രസും UDF. ഇപ്പോൾ പറയോ തുരങ്കപാത വേണ്ടെന്ന്, നാഷണൽ ഹൈവേ വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചവരല്ലേ നിങ്ങൾ. ഗേൽ പദ്ധതി വേണ്ടെന്ന് പറഞ്ഞവരല്ലേ അവർ. കൂടംകുളത്തുള്ള വൈദ്യുതി ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞവരല്ലേ അവർ. ഇവരല്ലേ എവിടെയാ. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. ഇവരുടെ മുന്നോട്ടേക്ക് വെക്കുന്ന 10-14 പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ വികസനമില്ല. കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി മിണ്ടാൻ ധൈര്യമില്ല. അതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ്. കേരളം അതിവേഗം മുന്നേറുകയാണ്, വികസിക്കുകയാണ്, ഇനിയും വികസിക്കും.